ബിസ്മില്ലാ അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിച്ചുകൊണ്ട് പടച്ച റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആമുഖമായി വസിയ്യത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അള്ളാഹു നമ്മുടെ ഈ ഒത്തുകൂടൽ സ്വാലിഹായൊരു സൽക്കർമ്മമായി കബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹിൻ്റെ റഹ്മത്ത് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? എന്താണ്? മഴ റഹ്മത്താണ്. അതുപോലെ തന്നെ ചിലപ്പോൾ പരീക്ഷണവും ആവും. ഏതായിരുന്നാലും ഖൈറിന് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ? അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, ഉപകാരപ്രദമായ മഴ നൽകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അധികമായാൽ പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും ഈ മഴ സമയത്തും നമ്മൾ ഒരുമിച്ച് കൂടിയ കർമ്മം അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. സൂറത്തുൽ മുഅ്മിനൂന് എത്ര ആയത്താ പഠിച്ചത്? 17 ആയത്ത്. മഖാരിജുൽ ഹുറൂഫ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഏതാ? ഹ അല്ലേ? ഇന്ന് പഠിക്കുന്നത് ഖ്വ. ഖ്വ ശരിക്ക് പല ആളുകൾക്കും മഖ്റജ് തെറ്റിപ്പോകുന്ന ഒരു അക്ഷരാണ് ഏത്? ജീം ഹ ഖ ഖ എന്നുള്ളത്. നോക്ക്, ഹോ 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 ഹോ. കണ്ടാ? ഖ എവിടുന്ന് വരുന്നേ? യെസ്, അങ്ങനെ തന്നെ പറഞ്ഞ് പഠിക്കണം. ഖൈറുൻ ഖൈറുൻ. നോക്ക് ആയത്ത്, 18-ാമത്തെ ആയത്ത്. وأنزلنا من السماء ماء بقدر فأسكناه في الأرض وإنا على ذهاب به لقادرون. ഓക്കെ അല്ലേ? തജ്വീദ് നിയമങ്ങൾ. സാക്കിനായ നൂനുണ്ട് അല്ലേ? മണിക്കണം. അൽ ഇഖ്ഫാ ഉൽ ഹഖീഖി എന്നാണ് പറയാ. സാക്കിനായ നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ഈ കാണുന്ന 15 അക്ഷരങ്ങൾ വന്നാൽ അവയെ എന്ത് ചെയ്യണം? മറിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അപ്പോൾ ഇവിടെ എന്നുള്ളിടത്തും അതുപോലെ തന്നെ ബിഖദിരിൻ എന്നിടത്തുള്ള തൻവീൻ കണ്ടോ? അവിടെയും ഉള്ള ഖവായിദയാണത്. പിന്നെ ഈ കാണുന്ന 2 സ്ഥലത്ത് ഹംസത്തുൽ വസ്ൽ, ഇദ്ഗാമു ശംസി, മിനസ്സമാഇന, മിനൽ സമാഇനാണ് ശരിക്ക് എഴുതുമ്പോൾ ഉണ്ടാവും അല്ലെ? അൽ അലിഫ് ലാം ഇട്ടിട്ടാണ് എഴുതുക. പക്ഷെ ഉച്ചാരണത്തിൽ പറയോ? ഇല്ല. മദ്ദുൽ മുത്തസില് ഒരേ പദത്തില് അല്ലേ? മദ്ദും ശേഷം ഹംസയും. ഇവിടെ പുതിയൊരു നിയമം നമ്മൾ പഠിക്കാൻ പോവാണ്. ഇഖ്ലാബ് നമ്മൾ പഠിച്ചതാണ്, പക്ഷെ ഇപ്പൊ ഈ സൂറത്തുൽ മുഅ്മിനൂൻ എടുത്തതിൽ പഠിച്ചിട്ടില്ല. അതിലാദ്യമായിട്ട് പഠിക്കാൻ പോവാണ്. പിന്നെ ഇഖ്ലാബ് മാ എന്ന് കഴിഞ്ഞിട്ട് അവിടെ ഒരു മീമ് കണ്ടോ നിങ്ങള്? അതുപോലെ ദഹാബിം എന്ന് കഴിഞ്ഞിട്ടൊരു മീമ് കണ്ടോ? ആ മീം എന്തിനുള്ളതാ? സാക്കിനായ നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ബാ വന്നാൽ മീമാക്കി മറിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതാണ് നിയമം. സാക്കിനായ നൂനിൻ്റെയോ അല്ലെങ്കിൽ തൻവീനിൻ്റെയോ ശേഷം. മനസ്സിലായോ? ബാ വന്നാൽ മീമാക്കി മണിച്ചു മറിച്ച് ഓതണം. ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ അവിടെ ആ ഓതുന്നത് എങ്ങനെയാന്നുള്ള ഒന്നും കൂടി കേട്ടോക്ക്. وأنزلنا من السماء ماء
بقدر കേട്ടോ? فأسكناه في الأرض وإنا على ذهاب به لقادرون. ഓക്കെ അല്ലേ? പിന്നെ ബിഖദരിൻ, അവിടെ അഹ്കാമുർ റാഹ്, റാഇന്റെ നിയമമാണ്. റാഇന്റെ നിയമം നമ്മൾ പഠിച്ചിട്ടില്ല, പഠിച്ചിട്ടുണ്ട്, കുറെ പറഞ്ഞിട്ടുണ്ട്. റായിന് കസർ ഉള്ളതിനാൽ നേർപ്പിച്ച്, അതായത് തർക്കീഖായിട്ടാണ് ഉച്ചരിക്കേണ്ടത്. റായിന് കസർ വന്നാൽ എന്ത് ചെയ്യണം? ബിഖദറിൻ എന്ന് പറയില്ല, ബിഖദരിൻ. അല്ലേ? തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നാണ് പറയാ. നമ്മളെങ്ങനെ ഓതുക? ഖദീർ, അല്ലേ? അങ്ങനെയാണോ ഓതണ്ടേ? അല്ല, റായിന് എന്ത് ചെയ്യണം? തർക്കീക്കാക്കണം. റായിനെ തർക്കീക്കാക്കുന്ന ഒരുപാട് നിയമങ്ങളുണ്ട്. തൊട്ടു മുമ്പുള്ളതിന് കസർ വന്നാൽ റായിന് തർക്കീക്കാക്കും. ഇത് അസിലൻ റായിന് എന്താണ്? തൻവീന് കസർ വന്നിട്ടുണ്ട്, അല്ലേ? അതേപോലെ തന്നെ ഫിർ ഔൻ, ഫിർ ഔൻ, ഫാ കസറാണ്, ഫി. റായിന് സുക്കൂനാണ്. റായിന് സുക്കൂന് വന്ന് തൊട്ടു മുമ്പുള്ള കസറാണെങ്കിൽ എന്ത് ചെയ്യും? രാ എന്നേ മലയാളത്തിൽ പറയുള്ളൂ, അങ്ങനെ തന്നെ ഉച്ചരിക്കുള്ളൂ. ഇപ്പൊ ഫിർ ഔൻ എന്നല്ല പറയാ, പിന്നെ ഫിർ ഔൻ എന്നാണ്. ഫിർ ഔൻ, മനസ്സിലായോ? ഇദ്ഗാമും ബിഗുന്ന, സാക്കിനായ നൂന് വന്നാൽ എന്ത് ചെയ്യണം? ശദ്ദുള്ള നൂന് വന്നാൽ മണിച്ചു കൊണ്ടോതണം. ഇതൊക്കെ നമ്മൾ കുറേ മുമ്പ് പഠിച്ചതാണ്. ഇവിടെ ഇൽഹാറുൽ ഖമരിയാണ്. അലിഫ് ലാം എന്ത് ചെയ്യും? ഉച്ചാരണത്തിൽ പറയും. ഫിൽ അർളി, ഉണ്ടോ? ഫിൽ അർളി. മിനസ്സമായി എന്നുള്ളിടത്ത് അലിഫ് ലാം ഉണ്ട്, പക്ഷെ ഉച്ചാരണത്തിൽ എന്ത് വരുന്നില്ല? അലിഫ് ലാം ഉച്ചരിക്കുന്നില്ല. അതെന്തായിരിക്കും അപ്പോ? ഇൽഹാറു ശംസിയാണ്, അല്ലേ? മറ്റേ ഖമരിയ. അസ്വിലത്തുലൂല, എന്താ? സുലത്ത് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ചേർക്കുക എന്നാണ്. ഈ അടയാളം വരുന്ന സ്ഥലത്ത് പാരായണം ചെയ്യുമ്പോൾ നിർത്താതെ ഓതലാണ് ഉത്തമം. എന്നാൽ എന്ത് ചെയ്യാം? നിർത്തിയും ഓതാം. ഇദ്രീസ് അബ്കർ ഓതിയ ഖിറാത്താണ് ഇപ്പൊ നിങ്ങൾ കേട്ടത്. അദ്ദേഹം അവിടെ എങ്ങനെ ഓതിയത് പറയാൻ പറ്റുമോ? നിർത്തിയിട്ടാണ് ഓതിയത്. നിർത്തിയിട്ട് ഓതാം, തെറ്റല്ല അത്. പക്ഷെ നിർത്താതെ ഓതലാണ് എന്ത്? നല്ലത്. ലഖാദിറൂൻ, അവിടെ നമ്മൾ പഠിച്ച നിയമമാണ്. മദ്ദുൽ ആരിദ് ലിസ്സുക്കൂൻ, അതായത് നിർത്തുന്ന സമയത്ത് അവസാന അക്ഷരത്തിന് സുക്കൂന് വരുന്നത് കാരണം അതിന് തൊട്ടു മുമ്പുള്ള മദ് അക്ഷരത്തെ 2, 4, 6 ഹർക്കത്ത് വരെ എന്ത് ചെയ്യുക? നീട്ടിയിട്ട് ഉച്ചരിക്കുക. ലഖാദിറൂൻ ഉണ്ടോ? ഇനി അർത്ഥത്തിലേക്ക് നോക്ക്. വ അൻസൽന, നസല എന്ന് പറഞ്ഞാൽ എന്താ? ഇറക്കി എന്നാണ്. ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. ശ്രദ്ധിച്ചോളി. വ അൻസൽന, നാം ഇറക്കുകയും ചെയ്തിരിക്കുന്നു. മിനസ്സമായി, എവിടെന്ന്? ആകാശത്ത് നിന്ന്. മാഅൻ, വെള്ളം, മഴ. ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അള്ളാന്റെ അനുഗ്രഹം ഞാൻ ആദ്യത്തിൽ പറഞ്ഞില്ലേ. അതുകൊണ്ട് ഈ ആയത്തെ നമ്മൾ ഇപ്പൊ തന്നെയാണ് പഠിക്കേണ്ടത്. മനസ്സിലായിട്ടോ? അള്ളാഹു ആകാശത്ത് നിന്ന് എന്ത് ചെയ്തിരിക്കുന്നു? വെള്ളം ഇറക്കിയിരിക്കുന്നു, മഴ ഇറക്കുകയും ചെയ്തിരിക്കുന്നു. ബിഖദരിൻ, ബിഖദരിൻ, ഒരു അളവ് അല്ലെങ്കിൽ തോത്, കണക്ക് പ്രകാരം. അള്ളാഹ് നിശ്ചയിച്ചൊരു തോത്, അത് പ്രകാരം ആകാശത്ത് നിന്ന് അവൻ എന്ത് ചെയ്യുന്നു? വെള്ളം ഇറക്കുന്നു. നമുക്ക് ഇഷ്ടമുള്ള അത്ര വരുമോ? ഇല്ല. ചിലപ്പോൾ നമുക്ക് മതിയാകുന്നതിൻ്റെയും അപ്പുറത്തേക്ക് എന്ത് ചെയ്യും? അള്ളാഹ് തരും. അള്ളാഹ്ക്കൊരു കണക്കുണ്ടത്. അല ബികുല്ലി ഷൈഇൻ ഖദീർ, മനസ്സിലായിട്ടോ? ആ കണക്കനുസരിച്ചിട്ട് ആകാശത്ത് നിന്ന് എന്ത് ചെയ്യും? മഴ ഇറക്കുകയും ചെയ്തിരിക്കുന്നു. ഫഅസ്കന്നാഹു, എന്താ സെക്കൻ എന്ന് പറഞ്ഞാൽ? താങ്ങി നിർത്തുക അല്ലെങ്കിൽ അടുക്കി നിർത്തുക. ഫഅസ്കന്നാഹു, എന്നിട്ട് നാം അതിനെ
താങ്ങി നിർത്തി. ഏതിനെ താങ്ങി നിർത്തിയത്? ആകാശത്തെയാണോ? വെള്ളത്തെ അല്ലേ? വെള്ളത്തെയാണ്. ഫിൽ അർളി, എവിടെ? ഭൂമിയിൽ. വ ഇന്നാ, നിശ്ചയമായും നാം, അലാ ദഹാബിൻ ബിഹി, അതിനെ കൊണ്ടുപോകുവാൻ അല്ലെങ്കിൽ പോക്കിക്കളയുവാൻ. ദഹബ എന്ന് പറഞ്ഞാൽ പോയി എന്നാണ്. ലഖാദിറൂൻ, ലഖാദിറൂൻ. എന്താ ഖാദിറൂൻ എന്ന് പറഞ്ഞാ? കഴിവുള്ളവൻ തന്നെയാണ്. ആര്? അല്ലാഹു. അല്ലേ? ഒരുപാട് നമ്മൾ പ്രാർത്ഥനയിലൂടെ സമർത്ഥിക്കുന്ന ഒരു കാര്യമാണത്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. അതാണ് അലാ ഖാദിറൂൻ. അല്ല കഴിവുള്ളവനാണ്. ഈ പറഞ്ഞതിൽ നിന്ന് എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? നിങ്ങൾ പറഞ്ഞോളി. ആകാശത്ത് നിന്ന് നാം ഒരു നിശ്ചിത അളവിൽ വെള്ളം ചൊരിയുകയും എന്നിട്ട് നാം അതിനെ ഭൂമിയിൽ താങ്ങി നിൽക്കുന്നതാക്കുകയും ചെയ്തിരിക്കുന്നു. എന്നുവെച്ചാൽ കുറച്ച് തങ്ങി നിർത്തുക അല്ലെങ്കിൽ താങ്ങി നിർത്തുക. എന്നിട്ടോ അത് വറ്റിച്ചു കളയാൻ തീർച്ചയായും നാം ശക്തനാകുന്നു. ഭൂമിയിൽ ആകാശത്ത് നിന്നുള്ള ഒരു നിശ്ചിത തോത് എന്ത് ചെയ്യുന്നു? വെള്ളം ഇറക്കുക തന്നെ ചെയ്യുന്നു. എന്നിട്ട് അത് ഭൂമിയിൽ എന്ത് ചെയ്യുന്നു? അള്ളാഹു തങ്ങി നിർത്തുന്നു. എന്നിട്ട് തീർച്ചയായും അതാണ് അടുത്തതാണ് നോക്കേണ്ടത്. എന്ത്? അത് വറ്റിച്ചു കളയാൻ തീർച്ചയായും നാം ശക്തനാകുന്നു. അപ്പൊ ഈ കണക്ക് തോതും ഒക്കെ അനുസരിച്ച് എത്ര പെയ്യണം, എപ്പോൾ പെയ്യണം, എങ്ങനെ ഏതൊക്കെ സ്ഥലത്ത് വേണം എന്ന് കൃത്യമായിട്ട് നിശ്ചയിക്കുന്നത് എന്താണ്? ആരാണ്? അള്ളയാണ്. പടച്ച റബ്ബിന്റെ കഴിവാണ്. പണ്ടുള്ള ആളുകളോട് ആരാ മഴ പെയ്യിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ ഓര് പറയും മൊയ്തീൻ ഷെയ്ഖാണ്. അങ്ങനെ പറഞ്ഞിരുന്ന ഉണ്ട്, ഇപ്പോഴും വിശ്വസിക്കുന്നവരുണ്ട്. പക്ഷെ മക്കയിലെ മുശരിക്കിനോട് ആരാ ആകാശത്ത് നിന്ന് വെള്ളം ഇറക്കണമെന്ന് വെച്ചാൽ ഓല് പറയുന്നത് ലേക്കൂലുന്നല്ല, അത് അള്ളയാണ്. മനസ്സിലായിണ്ടോ? അപ്പൊ അള്ളയാണ് അതിന് കഴിവുള്ളവൻ. നോക്ക് നിങ്ങൾ ഇല്ലേ, കുറച്ച് മഴ അങ്ങോട്ട് നിൽക്കാതെ പെയ്താൽ അതിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇവിടെ ഇപ്പൊ തന്നെ നമ്മൾ പല സ്ഥലത്തും കാണുന്നുണ്ട്. ചെറിയ മഴ കിട്ടുമ്പോഴേക്ക് പലതും വെള്ളത്തിലാവുകയാണ്. പടച്ച റബ്ബ് തോത് നിശ്ചയിച്ച് തന്നിട്ടുണ്ട്. ഇതിന് പല കാരണങ്ങളുണ്ട് എന്നുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പരീക്ഷണമായിട്ട് വരും. രണ്ടാമത്തത് എന്ത് ചെയ്യും? രണ്ടാമത്തത് ശിക്ഷയായിട്ട് വരും. അള്ളാഹു പല ധിക്കാരികളെയും സൃഷ്ടിച്ചത് വെള്ളം കൊണ്ടാണ്. ഏറ്റവും വലിയ ധിക്കാരിയായിരുന്നു ആര്? ഫിറൗന്. ആ ഫിറൗൻ അള്ളാഹു വെള്ളത്തിലാണ് മുക്കിക്കൊന്നത്. പിന്നീട് അക്രമം കാണിച്ചവരായിരുന്നു നൂഹ് നബിന്റെ ജനത. അല്ലേ? നൂഹ് നബിയുടെ ജനത. ആ ജനതയെയും അള്ളാഹു നശിപ്പിച്ചത് വെള്ളം കൊണ്ടായിരുന്നു. നമ്മളെ അടുപ്പിലൊക്കെ തീയാണ്. പക്ഷെ അന്നത്തെ കാലത്ത് അടുപ്പിൽ നിന്ന് എന്താ വന്നീന്? വെള്ളം, ഉറവ വന്നിരുന്നു എന്നാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ ഇത് പടച്ച റബ്ബിന്റെ ഒരു റഹ്മത്താണ്. ശരിക്കും നമ്മൾ ആ റഹ്മത്തിന് എന്ത് ചെയ്യണം? അവനോട് നന്ദി കാണിക്കണം, ശുക്ർ കാണിക്കണം. പലപ്പോഴും നമ്മളുടെ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ മഴ പെയ്ത് നമ്മളെന്താ പറയുക? പണ്ടാറടങ്ങാൻ പെയ്തു മഴ എന്ന് പറയും. അല്ലേ? ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. എത്ര ഗൗരവമുണ്ട് എന്നറിയോ? നമ്മൾ ചിന്തിക്കൂല. സാധാരണ എന്ത് ചെയ്യും? മലയാളീകരിച്ചിട്ട് അതാണ് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ്, ഒരിക്കലും അള്ളാഹുവിൻ്റെ ഷിയാറുകളെ അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ കാലത്തെ ഒന്നും ചീത്ത പറയാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ? അതിങ്ങനെയാണ്. ഒരു സുയിപ്പാക്കൽ തന്നെ. ഇന്ന് എപ്പോൾ തുടങ്ങിയതാ അത് എന്നുള്ളത് നമ്മൾ പറയൂലേ? നിബലൊക്കെ സമ്മതിക്കുന്നുണ്ട്. നമ്മൾ അറിയാതെ അങ്ങനെ പറഞ്ഞു പോകും ചിലപ്പോൾ.
അതുകൊണ്ട് അത് ശ്രദ്ധിക്കണമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. മഴ കിട്ടാതെ അള്ളാഹു ഒരു സമൂഹത്തെ പരീക്ഷിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതേത് സമൂഹമാണെന്നറിയോ? ഏത് സമൂഹ? ഈ സമുദായം തന്നെയാണ്. എന്താ കാര്യം എന്നറിയോ? എന്തുകൊണ്ട് അള്ളാഹു അങ്ങനെ പരീക്ഷിക്കുന്നത്? എന്താ കാര്യം? സക്കാത്ത് കൊടുക്കാത്ത ആളുകൾ ഈ സമുദായത്തിൽ വർദ്ധിച്ചാൽ അവർക്ക് മഴ ലഭിക്കാതെ അള്ളാഹു പരീക്ഷിക്കുന്നതാണ്. ക്ഷാമവർഷങ്ങൾ കൊണ്ട് പരീക്ഷിക്കുന്ന കഥയത്തിൽ കാണാം. മനസ്സിലായോ? മഴ ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടേ? ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക എന്നാണ്. നൂഹ് നബിയുടെ കാലഘട്ടത്ത് അത് ഭയങ്കര രസമാണ്. നൂഹ് നബിയുടെ ജനത ജീവിച്ചിരിക്കുമ്പോൾ ഭയങ്കരമായി മഴയില്ലാതെ അവർ വല്ലാതെ പ്രയാസം അനുഭവിച്ചിരുന്ന ആൾക്കാരാണ്. പക്ഷെ ആ സമൂഹം നശിപ്പിച്ചത് തന്നെ വെള്ളം കൊണ്ടാണ്. പിന്നെ അവര് നൂഹ് നബിയോട് വന്നിട്ട് പരാതി പറഞ്ഞു എന്നാ, വെള്ളമല്ല, ഒരുപാട് പ്രയാസാണ്. അപ്പൊ നൂഹ് നബി എന്താ പറഞ്ഞത്? നിങ്ങൾ ധാരാളമായി കൊണ്ട് എന്ത് ചെയ്തോളൂ? പാപമോചനത്തെ അധികരിപ്പിച്ചോളൂ, വർദ്ധിപ്പിച്ചോളൂ. എന്നാൽ യുർസിലിസ്സമാ അലൈക്കും മിദ്റാറാ, അല്ലേ? ഖുർആന്റെ ആയത്താണ്. ആകാശത്ത് നിന്ന് അല്ലാഹു എന്ത് ചെയ്യും? അവന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ചൊരിഞ്ഞു തരുന്ന, എന്ന് വെച്ചാൽ മഴ നിങ്ങൾക്ക് കിട്ടും. പാപമോചനം തേടുക. ഒരു സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിന്മകൾ ചെയ്തിട്ടും അവിടെ അള്ളാന്റെ ശിക്ഷ വരാതിരിക്കാനുള്ള പ്രത്യേകമായ കാരണങ്ങൾ പറയുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, നല്ല ആളുകളുടെ ഇസ്തിഗ്ഫാർ കൊണ്ടാണ്. മനസ്സിലായോ? ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഒരു വലിയ മഹത്വമുള്ള കാര്യമാണ്. എന്താ ഇസ്തിഗ്ഫാർ? നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹിനോട് പശ്ചാത്തപിക്കുക, അസ്തഗ്ഫിറുല്ലാ എന്ന് നമ്മൾ പറയാം. അത് അധികരിപ്പിക്കുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പല നിഅമത്തുകളും കിട്ടും. അതുപോലെ തന്നെ ഇസ്തിഗ്ഫാർ ഇല്ലായിരുന്നുവെങ്കിൽ ഈ സമുദായത്തെ ഒന്നടങ്കം എന്ത് ചെയ്യും? നശിപ്പിക്കുമായിരുന്നു എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. മനസ്സിലായോ? അപ്പൊ എന്ത് ചെയ്യാ? കഴിവിന്റെ പരമാവധി പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അധികരിപ്പിക്കണം എന്നതാണ്. അതിനൊരു ഉദാഹരണമാണ് ജീവിതത്തിൽ ഒരിക്കൽ പോലും തെറ്റ് ചെയ്യാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ഒരു റിപ്പോർട്ട് പ്രകാരം 70 തവണ, മറ്റൊരു റിപ്പോർട്ട് പ്രകാരം 100 തവണ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നാണ്. തെറ്റ് ചെയ്തിണെങ്കിൽ മാത്രമല്ല അത്. മനസ്സിലായോ? അതിനത് മനസ്സിലാക്കാലോ. അല്ലാഹുവിന്റെ റസൂല് തെറ്റുകൾ ചെയ്തിട്ടില്ല, എന്നിട്ട് പോലും നബി തങ്ങൾ 100 തവണയൊക്കെ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഹദീസിൽ കാണാം. അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി എന്നൊരു നബി ഒരു സദസ്സിൽ വന്നിരുന്ന ആ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോഴേക്ക് 100 തവണ അള്ളാഹുവിന്റെ റസൂല് പറയുമായിരുന്നു എന്ന്. നമ്മളോ? ആലോചിച്ച് നോക്ക്. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമായി പഠിപ്പിച്ചു തന്നതാണ്. നൂഹ് നബിയുടെ ചരിത്രത്തിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ധാരാളം ഹദീസുകൾ ആ വിഷയത്തിൽ നമുക്ക് കാണാം. അതുകൊണ്ടത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? നമ്മളുടെ ജീവിതത്തിലും അത് പ്രാവർത്തികമാക്കുക. കാരണം നമ്മളൊക്കെ മനുഷ്യരാണ്, ദിനം പ്രതി തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. തെറ്റ് ചെയ്യാത്ത ആളുകൾ ലോകത്ത് മനുഷ്യരുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല. ഉണ്ടാവോ? ഇല്ല. തെറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് മനുഷ്യരല്ല, മലക്കുകളാ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, മലക്കുകൾ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യൂല. എന്തുകൊണ്ടാ? ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂന. അള്ളാഹ് എന്താണോ പറഞ്ഞത് അത് മാത്രമേ ഓലെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓല് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യൂല, തിന്മകൾ ചെയ്യൂല. അള്ളാഹ് കൽപ്പിച്ചത് മാത്രം, അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ചെയ്യൂല. മനസ്സിലായോ? അള്ളാഹ് എന്താണോ പറഞ്ഞത് അത് മാത്രം ഓല് ചെയ്യും. എന്നാൽ മനുഷ്യനോ അങ്ങനെയല്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്
തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞില്ലേ, കുല്ലു ഇബ്നു ആദം ഖത്താഊൻ, ആദം സന്തതികൾ എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ്. അവരിൽ ഏറ്റവും ഉത്തമർ ആരാണ്? അത്തവ്വാബൂന, പശ്ചാത്തപിച്ച് മടങ്ങുന്നവരാണ്. തെറ്റ് സംഭവിക്കും, പക്ഷെ സംഭവിച്ച തെറ്റിൽ തന്നെ ഉറച്ചു നിൽക്കൂല വിശ്വാസി. പിന്നെ അവൻ എന്ത് ചെയ്യും? അള്ളാഹിനോട് ചെയ്തത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമെന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പം അങ്ങനെ പാപമോചനത്തിന് വേണ്ടി തേടുമ്പോൾ അള്ളാഹുവിൻ്റെ നിഅമത്ത് കിട്ടും അല്ലേ? പരിശുദ്ധ റമളാന്റെ അവസാനത്തെ 10 ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുമ്പോൾ അന്ന് മഴ പെയ്യും. അത് അള്ളാഹ് പറഞ്ഞ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. മനസ്സിലായുണ്ടോ? കഴിവിൻ്റെ പരമാവധി എന്ത് ചെയ്യുക? നമ്മളും ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കാൻ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. അടുത്ത ആയത്ത് നോക്ക്. فأنشأنا لكم به جنات من نخيل وأعناب لكم فيها فواكه كثيرة ومنها تأكلون. നേരത്തെ പറഞ്ഞ ആയത്ത് കൊണ്ട്, ആ കാര്യങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന കാര്യമാണ് ഈ ആയത്തിലൂടെ എന്ത് ചെയ്യുന്നത്? പഠിപ്പിക്കണത്. അതിലെ തജ്വീദ് നിയമങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. ഞങ്ങള് എവിടെയാണ്? ഫഅൻശഅന അല്ലേ, നമ്മൾ പറഞ്ഞതാണ്. പിന്നെ ലകുംബിഹി ജന്നാത്തിൻ അല്ലേ, മിൻ നഖീലിൻ, ഇതൊക്കെ നമ്മൾ പറഞ്ഞതും പഠിച്ചതുമാണ്. ഇദ്ഗാമും ബിഉന്ന, യാ മീം വാവ് നൂന്. അപ്പോൾ ശദ്ദുള്ള മീം നൂന് സാക്കിനായ നൂനിൻ്റെയോ തൻവീൻ്റെയോ ശേഷം ഈ അക്ഷരങ്ങൾ വന്നതിനാൽ അക്ഷരത്തിലേക്ക് ചേർത്ത് മണിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? ഉച്ചരിക്കണം. അതുപോലെ അഅനാബില്ലക്കും, അവിടെ എന്താ ചെയ്യേണ്ടത്? അവിടെ അഅനാബില്ലക്കും എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ഇദ്ഗാമു ബിഗൈരി ഉന്നയാണത്. അവിടെ മണിക്കാൻ പാടില്ല. സാക്കിനായ നൂനിൻ്റെയോ തൻവീൻ്റെയോ ശേഷം ഈ അക്ഷരങ്ങൾ വന്നാൽ, ഏതൊക്കെ അക്ഷരങ്ങൾ? ലാമ് റോ അക്ഷരങ്ങൾ വന്നാൽ മണിക്കാതെ അക്ഷരത്തിലേക്ക് ചേർത്തി കൊണ്ട് ഉച്ചരിക്കണം. വാഗനാബില്ലക്കും അങ്ങനെയാണ് പറയേണ്ടത്. അവിടെ വാഗനാബിൻ എന്ന് പറയാൻ പാടില്ല. ഓക്കെ അല്ലേ? ഇൽഹാറു ഷഫഈ നമ്മൾ പഠിച്ചതാണ്. ഇൽഹാറുൽ ഹൽഖി വമിൻഹാ തഅകുലൂൻ വമിൻഹാ, സാക്കിനായ നൂനിൻ്റെ തൻവീൻ്റെ ശേഷം ഹൽഖിൽ തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന ഈ അക്ഷരങ്ങളിൽപ്പെട്ട ഒന്നാണെങ്കിൽ ഇവയെ മണിക്കാതെ വെളിവാക്കി വ്യക്തമായി ഉച്ചരിക്കണം. മിൻഹ ഉണ്ടോ? തഅകുലൂൻ നമ്മൾ പറഞ്ഞ നിയമമാണ്. ഇനി അർത്ഥം നോക്ക്. ഫഅൻശഇന, അങ്ങനെ നാം ഉണ്ടാക്കി. നശഅ എന്ന് പറഞ്ഞാൽ വളർത്തി, ഉണ്ടാക്കി എന്നൊക്കെയാണ്. ഫഅൻശഇന, അങ്ങനെ നാം ഉണ്ടാക്കി. ലക്കും, നിങ്ങൾക്ക്. ബിഹി, അതുകൊണ്ട്. ഏതുകൊണ്ട്? ഏതുകൊണ്ട്? മഴ കൊണ്ട്. ജന്നാത്തിൻ, തോട്ടങ്ങൾ. ജന്നത്തുൻ ജമ്മാണ് ജന്നാത്ത്. ജന്നത്തിൻ്റെ ജമ്മാണ് ജന്നാത്ത്, തോട്ടങ്ങൾ. എന്തിൻ്റെ തോട്ടങ്ങൾ? മിൻ നഖീലിൻ, ഈത്തപ്പനയുടെ. വഅഗ്നാബിൻ, ഈത്തപ്പനയുടെ തോട്ടങ്ങൾ മാത്രമല്ല ഉണ്ടാക്കി തന്നത്, പിന്നെ വഅഗ്നാബിൻ, അഅ്നാബിൻ എന്താ? മുന്തിരികളുടെയും തോട്ടങ്ങൾ. ലക്കും, നിങ്ങൾക്കുണ്ട്. ഫിഹ, അതിൽ. ഫവാക്കിഹുൻ, ഫാക്കിഹത്തുൻ ജമ്മാണ് ഫവാക്കിഹ്, പഴവർഗ്ഗങ്ങൾ. കസീറത്തുൻ, ധാരാളമുണ്ട്. വമിൻഹ, അതിൽ നിന്ന്. തഅകുലൂൻ, നിങ്ങൾ തിന്നുന്നു. മനസ്സിലായോ? അങ്ങനെ അത്, അതായത് വെള്ളം കൊണ്ട് നാം നിങ്ങൾക്ക് ഈത്തപ്പനകളുടെ മുന്തിരി വള്ളികളുടെയും തോട്ടങ്ങൾ വളർത്തി തന്നു. അവയിൽ നിങ്ങൾക്ക് ധാരാളം പഴങ്ങളുണ്ട്. അവയിൽ നിന്ന് നിങ്ങൾ തിന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായൊരു നിയമത്താണ്. ഞാൻ ആമുഖത്തിൽ പറഞ്ഞില്ലേ, ആ
വെള്ളത്തിൽ നിന്നാണ് ഇപ്പറഞ്ഞ നിഅമത്തുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നത്, കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സൂറത്തുൻ നഹലിൽ തന്നെ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്, 11-ാമത്തെ ആയത്തിൽ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? അത് വെള്ളം മൂലം ധാന്യവിളകളും ഒലീവും ഈന്തപ്പനയും മുന്തിരികളും നിങ്ങൾക്ക് മുളപ്പിച്ച് തരുന്നു, എല്ലാത്തരം ഫലവർഗങ്ങളും അവൻ ഉൽപ്പാദിപ്പിച്ചു തരുന്നു. ചിന്തിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തമുണ്ട്. അവിടെയാണ് നമ്മളെ പോയിന്റ് കിടക്കുന്നത്. എന്ത്? ഇന്ന ഫീ ദാലിക ലആയാതിൽ ലആയതൻ ലിഖൗമി യതഫക്കറൂൻ. എന്താണ്? ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. ആലോചിക്കണം. ആലോചിച്ചാൽ ആകാശത്ത് നിന്ന് വെള്ളം വരുമ്പോഴേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ കഴിയുള്ളൂ. മഴ ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റുമോ? വെള്ളം ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റുമോ? 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 ഇല്ല. വെള്ളം കൂടിയാലോ ജീവിക്കാൻ പറ്റുമോ? അതും ഇല്ല. അപ്പൊ അതുകൊണ്ട് അതാണ് റഹ്മത്ത്. മനസ്സിലായിണ്ടോ? പിന്നെ മാത്രമല്ല, ഇതിലെ മാദി മുലാരിയാണ് ഈ കാണുന്നത്, സ്ക്രീനിൽ കാണുന്നത്. അൻസൽന എന്നുള്ളതിന്റെ മാദി എന്താ? അൻസല. മുലാരി യുൻസിലു. അംബ്ര അൻസിൽ. ഫസ്കന്നാഹു എന്നുള്ളതിലെ മാദി മുലാരി അംബ്ര. അസ്കന യുസ്കിനു അസ്കിൻ. ദഹാബിൻ എന്നുള്ളതിന്റെ മാദി മുലാരി അംബ്ര. ദഹബ യദ്ഹബു ഇദ്ഹബ്. ലഖാദിറൂൻ എന്നുള്ളതിലെ മാദി മുലാരി അംബ്ര. ഖദറ യഖ്ദിറു ഇഖ്ദിർ. ഇസ്മു ഫായില് ഈ ലഖാദിറൂൻ കഴിവുള്ളവൻ തന്നെ എന്ന് പറഞ്ഞില്ലേ, അതിന്റെ മുഫ്രദ് ഏകവചനാണ് എന്ത്? ഖാദിർ. ജമ്മാണ് ഖാദിറൂൻ അല്ലെങ്കിൽ ഖാദിരീൻ, രണ്ടും പറയാം, രണ്ടും ജം തന്നെയാണ്. തഅ്കുലൂൻ എന്ന പദം നമ്മൾ പഠിച്ച്. അക്കല യഅ്കുലു. അക്കല എന്നാണ് മാദി. യഅ്കുലു മുലാരിയാണ്. കുൽ തിന്നുക, അല്ലേ? അംബ്രാണ്, കൽപ്പനയാണ്. ഈ ആയത്തും കൂടെ കേട്ടോളൂ. وشجرة تخرج من طور سيناء تنبت بالدهن وصبغ للآكلين. അപ്പോ എന്താ അല്ലാഹ് പറഞ്ഞ്? കഴിഞ്ഞ 2 ആയത്തുകളിൽ അള്ളാഹു എന്ത് ചെയ്തു? ആകാശത്തു നിന്ന് കൃത്യമായ ഒരു അളവ് തോതനുസരിച്ച് മഴവെള്ളം ഇറക്കി തരുന്നു. എന്നിട്ട് അതിനുശേഷം അള്ളാഹു അതിലൂടെ നമുക്ക് തരുന്ന നിഅമത്തുകൾ എണ്ണി പറയുന്നു. ഒന്ന് വെള്ളമെന്ന അനുഗ്രഹം, അല്ലേ? അള്ളാഹു ഭൂമിയിൽ സംഭരിച്ചു നിർത്തിയ ആ മഴവെള്ളം കൊണ്ടാണ് മനുഷ്യർക്ക് ആവശ്യമായ തോട്ടങ്ങള്, കൃഷികള് അവനെന്ത് ചെയ്യുന്നത്? ഉണ്ടാക്കുന്നതും ഉൽപ്പാദിപ്പിക്കുന്നതും മുളപ്പിക്കുന്നതൊക്കെ, അല്ലേ? നിർജീവമായി കിടക്കുന്നിടത്തൊക്കെ പുല്ലുമൂടി പച്ചപ്പ് കണ്ടില്ലേ? അതേപോലെ തന്നെ അതിൽ നിന്ന് തന്നെ ഈന്തപ്പനയും മുന്തിരിയും അള്ളാഹു നമുക്ക് എന്ത് ചെയ്തു? ഒരു അനുഗ്രഹമായിട്ട് നൽകി. അതുപോലെ തന്നെ ആ പഴങ്ങള് ധാരാളമായിട്ട് എന്ത് ചെയ്തു? അള്ളാഹു നൽകിയെന്ന, കുറച്ചൊന്നുമല്ല, ധാരാളം നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ അവ രണ്ടും അല്ലാതെ, ഈത്തപ്പഴവും മുന്തിരിയും അല്ലാതെ തന്നെ മനുഷ്യർക്ക് ആഹരിക്കാനായി ഒട്ടനവധി വൈവിധ്യമാർന്ന വ്യത്യസ്തമായ പഴവർഗ്ഗങ്ങൾ അള്ളാഹു എന്ത് ചെയ്തു? നമുക്ക് വേണ്ടി സംവിധാനിച്ചു. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അള്ളാഹ് പറയാണെന്ത്? വശജറതൻ തഖ്റുജു മിൻ തൂരി സൈനാ. അതിലെ നിയമങ്ങൾ, തജ്വീദ് നിയമങ്ങൾ നോക്ക്, നമ്മൾ പഠിച്ചത് തന്നെയാണ്. ഷജറതൻ തഖ്റുജു ആണോ? യെസ്. എന്തുകൊണ്ടാ? സാക്കിനായ നൂനിന്റെ തൻവീന്റെ ശേഷം അവിടെ താ വന്നു, അതുകൊണ്ട് തന്നെ. മിൻ തൂരി, അവിടെയും അതേ നിയമം തന്നെയാണ്. അഹ്കാമു റാഇന്റെ നിയമം, റാഇന്റെ നിയമം നമ്മൾ പറഞ്ഞു.
ഇവിടെയും തർക്കീക്കാണ്. എന്തുകൊണ്ടാ? റായിനെ കെസറാണ്. സൈനാ മദ് മുത്തസിലാണ്. മനസ്സിലായോ? അതുകൊണ്ട് നീട്ടൽ അവിടെ എന്താണ്? വാജിബാണ്. 4 മുതൽ 5, 6 ഹർക്കത്തൊക്കെ നീട്ടാം. തമ്പു അല്ലേ? അവിടെയും നമ്മൾ പറഞ്ഞു ഇഖ്ലാബിന്റെ മീമ് ഈ സൂറത്തിൽ 2ാമത്തെ നിയമമാണത്. ഇഖ്ലാബിന്റെ മീമാണത്. ഇത് ഹംസത്തുൽ വസ്ല്, അത് നമ്മളൊക്കെ പഠിച്ചതാണ്. ഹുറൂഫുൽ ഖൽഖല ബ് ഖൂതു ബ് ജദ്. ഇദ്ഗാമും ബിഗൈരി ഉന്ന, നേരത്തെ പറഞ്ഞ അതേ നിയമം. വസ്ബിഗിൻ ലിൽ എന്ന് പറയില്ല. മനസ്സിലായോ? അങ്ങനെ പിന്നെ എങ്ങനെ ഓതുക? അവിടെ ഇൽഹാർ ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. കാരണം എന്താ? സാക്കിനായ നൂനിൻ്റെയോ തൻവീൻ്റെയോ ശേഷം, ഇവിടെ തൻവീനാണ് വന്ന്, ആ തൻവീന് ശേഷം ഈ അക്ഷരങ്ങൾ വന്നാൽ, ഏതക്ഷരം? ലാമോ റാഓ വന്നാൽ അവിടെ എന്ത് ചെയ്യൂല? മണിക്കൂല, മണിച്ചുകൊണ്ട് ഓതൂല. പിന്നെ ലിൽ ലാമും യാവും നൂന് അല്ലേ? നമ്മൾ പഠിച്ചു മദ്ദുൽ ആരിദ് ലി സുക്കൂൻ. നിർത്തുന്ന സമയത്ത് അവസാന അക്ഷരത്തിന് സുക്കൂന് വരുന്നത് കാരണം അതിന് തൊട്ടു മുമ്പുള്ള മദ്ദുള്ള അക്ഷരത്തെ, അതായത് യാഇനെ എന്ത് ചെയ്യണം? 2, 4 അല്ലെങ്കിൽ 6 ഹർക്കത്ത് വരെ നീട്ടി ഓതണം. മനസ്സിലായോ? വശജറത്തിൻ, ഒരു വൃക്ഷവും. നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ച തന്നെയാണ്. ഒരു വൃക്ഷം, ഷജറത്ത് എന്ന് പറഞ്ഞ മരം, അസ്ജാർ എന്നാണ് മരങ്ങൾ, അതിന്റെ ജമ്മാണ്. തഹുറുജു, അതുണ്ടാക്കും അല്ലെങ്കിൽ പുറത്തു വരും. മിൻ തൂരി സൈനാ, എവിടുന്ന്? സീനാ പർവ്വതത്തിൽ നിന്ന്. തമ്പുത്തു, അത് ഉൽപ്പാദിപ്പിക്കുന്നു. ബിദ്ദുഹിൻ, എന്താണ് ദുഹിൻ എന്ന് പറഞ്ഞാൽ? എണ്ണ. വസിബിൻ, അതുപോലെ തന്നെ കറിയും കൂട്ടാനും ഒക്കെ പറയാം. ലിൽ ആക്കിലീൻ, ആർക്ക്? തിന്നുന്നവർക്ക്, ഭക്ഷിക്കുന്നവർക്ക്. അപ്പൊ സീനാ പർവ്വതത്തിൽ മുളച്ചു വരുന്ന ഒരു മരവും നാം സൃഷ്ടിച്ചു തന്നിരിക്കുന്നു. എണ്ണയും ഭക്ഷണവും കഴിക്കുന്നവർക്ക് കറിയും അത് ഉൽപ്പാദിപ്പിക്കുന്നു. എന്താണ് പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? സീനാ പർവ്വതത്തിൽ മുളച്ചു വരുന്ന ഒരു മരം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒലീവ് അല്ലേ? ഒലീവ് മരം കണ്ടുകണോ? ഒലീവിന്റെ എണ്ണ ഉപയോഗിച്ചണോ? ഉപയോഗിക്കണം. എല്ലാത്തിനും ഔഷധാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വിഷയത്തിൽ പറഞ്ഞ ധാരാളം കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഹദീസിൽ കാണാൻ പറ്റും. മാത്രമല്ല മുഫസ്സിരിങ്ങൾ തന്നെ ഈ ആയത്തിനെ എന്ത് ചെയ്യുന്നുണ്ട്? വിശദീകരിക്കുന്നുണ്ട്. സൈത്തൂൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒലീവാണ്. ഒലീവ്, ഒലീവ് മരത്തിനാണ് അത് പറയാം. ഷജറത്തു സൈത്തൂൻ. എവിടെ? പിന്നെ അതിൻ്റെ പ്രധാന വിളവ് സ്ഥലം, അതായത് അത് കൂടുതലുള്ളത് എവിടെയാണ്? സീനാ പർവ്വതത്തിലാണ്. തൂരി സീന. എന്താണ് ആ പർവ്വതത്തിന്റെ പ്രത്യേകത? കേൾക്കണില്ല, ഉറക്കെ പറഞ്ഞോളി. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് തൗറാത്ത് കിട്ടിയ, വേദഗ്രന്ഥം ലഭിച്ച, അള്ളാഹു മൂസാ നബിയുമായി സംസാരിച്ച പർവ്വത നിരയാണേത്? തൂരി സീന എന്ന് പറയുന്ന പർവ്വതം. ഇസ്ലാമില് വലിയ പ്രത്യേകതകളുണ്ട്. അവിടെയാണ്, ആ പ്രദേശത്താണ് അതിൻ്റെ, അതായത് ഒലീവിൻ്റെ പ്രധാന വിളവ് സ്ഥലം തൂരിസീന പർവ്വതത്തിലാണ്. ജൈത്തെണ്ണ എന്ന പേരിലൊക്കെ നമ്മൾ ഹജ്ജിനും ഉംറക്കൊക്കെ പോയാൽ കണ്ടില്ല നിങ്ങൾ? ഗൾഫ് നാടുകളിലൊക്കെ ഇങ്ങനെ വിൽക്കണ്. പല ആളുകളും ചോദിക്കാറുണ്ട് എന്തിനാണ്. അത് വലിയ ഔഷധമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. മനസ്സിലായിട്ടുണ്ടോ നിങ്ങൾക്ക്? തഫ്സീറിലൊക്കെ കാണാം,
ഒലീവെണ്ണ നമ്മുടെ നാട്ടില് വെളിച്ചെണ്ണയെ പോലെ, തേങ്ങ എണ്ണ പോലെ നാട്ടുകാർ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതാണ് ഒലീവെണ്ണ. നമ്മൾ വല്ലാതെ ഉപയോഗിക്കൂല, നമ്മൾ കുറച്ചേ ഉപയോഗിക്കുള്ളൂ. നമുക്ക് അതിന്റെ മഹത്വം അറിയാത്തോണ്ടാ. ഔഷധാണ്, മരുന്നാണ്. അതുപോലെ തന്നെ പിന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനും പ്രത്യേകമായി എടുത്തു പറഞ്ഞ ഔഷധം കൂടെയാണ്. മനസ്സിലായുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്. എന്ത്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തദിമു ബിസ്സൈതി വദ്ദഹിനു ബിഹി ഫഇന്നഹു മിൻ ഷജറത്തിൻ മുബാറക. എന്താർത്ഥം? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ ഒലീവ് എണ്ണ കൂട്ടി റൊട്ടി ഭക്ഷിക്കുക, അത് ശരീരത്തിൽ പുരട്ടുകയും ചെയ്യുക. തീർച്ചയായും അത് അനുഗ്രഹീതമായ ഒരു മരത്തിൽ നിന്നുള്ളതാണ്. മനസ്സിലായുണ്ടോ? ഒലീവെണ്ണ ശരീരത്തിൽ പുരട്ടാനുള്ള പ്രവാചകന്റെ കൽപ്പനയാണത്. നമ്മൾ പുരട്ടും എന്ത്? വെളുക്കാൻ തേച്ച, അല്ലേ? വെളുക്കാനൊക്കെ പല ജാതി എണ്ണകളും മാർക്കറ്റിൽ കിട്ടുന്നത് എത്ര വില കൂടിയതാണെങ്കിലും ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഓൽക്കൊക്കെ ഒലീവെണ്ണക്ക് ഭയങ്കര വിലയിക്കാരോ. പക്ഷെ ഒലീവെണ്ണനേക്കാൾ വില പിടിപ്പുള്ള സാധനം വാങ്ങിയിട്ട് എന്ത് ചെയ്യും? ഉപയോഗിക്കും. മുടി കൊഴിഞ്ഞു പോയാലേ അതിനെ എണ്ണ ഉണ്ട്. ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ നോക്കിയാൽ ഇങ്ങനെ പരസ്യങ്ങൾ വരുന്നാങ്ങ, അല്ലേ? മുടി നീളാൻ വേണ്ടിയിട്ട് അതിനൊക്കെ എത്ര വിലയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? ബുക്ക് ചെയ്യും. കാരണം അത് നമുക്ക് എന്താണ്? അത്യാവശ്യമുള്ള കാര്യമാണ്. എന്നാൽ അള്ളാന്റെ റസൂല് പറഞ്ഞത് എന്താ? ഫഇന്നഹു മിൻ ഷജറത്തിൻ മുബാറക എന്നാണ്. അനുഗ്രഹീതമായ ഒരു മരത്തിൽ നിന്നുള്ളതാണ് എന്ന് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? അപ്പൊ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് നമ്മളത് ഉപയോഗപ്പെടുത്തുക. ശരീരത്തിന് ഏറ്റവും നല്ലതാ ഒലീവെണ്ണ. പല രോഗങ്ങൾക്കും ഔഷധമാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. മനസ്സിലായുണ്ടോ? അള്ളാന്റെ റസൂല് പറഞ്ഞത് നമ്മൾ ഉപയോഗിച്ചാൽ തന്നെയും ഒരുവിധ അസുഖങ്ങളൊക്കെ ശമനം കിട്ടും. തേന് വലിയ ഔഷധാണ്. നമ്മളെ പെരയിൽ ചിലപ്പോൾ ഉണ്ടാവും, നമ്മൾ ഉപയോഗിക്കൂല. സംസം വെള്ളം, അതേപോലെ തന്നെ കരിഞ്ജീരകം, ഇതൊക്കെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അജ്വ, ഈത്തപ്പഴം വലിയ ഔഷധമാണ്. വലിയ വലിയ പ്രയാസങ്ങളിൽ നിന്ന് പോലും കാവലാണ് എന്ന് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? പഠിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായുണ്ടോ? അപ്പോ ഒലീവിന് പ്രത്യേകമായ ബറക്കത്തുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹദീസിലുള്ളതാണ്. അപ്പൊ ആ മഹത്വം, പ്രാധാന്യവും നമ്മൾ എന്ത് ചെയ്യണം? അറിയണം, മനസ്സിലാക്കണം. ഒലീവ് എണ്ണയിൽ തന്നെ ഈ ആ പഴട്ട് കാണ്ടൊരു ഒരു അച്ചാറുണ്ടാക്കുന്നുണ്ട്. ഭയങ്കര ഗുണമുള്ള സാധനമാണത്. ഗൾഫ് നാടുകളിലൊക്കെ ഉംറക്ക് പോകുന്ന ആളുകൾക്ക് വാങ്ങാൻ കിട്ടും. അതിൻ്റെ എണ്ണ വല്ലാത്ത ഒരു ശമനമാണ് വയറ് സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ. മനസ്സിലായുണ്ടോ? കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഔഷധമൂല്യം ഉള്ള ഗുണമുള്ള എണ്ണയായി കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഗൾഫിലൊക്കെ പോകുമ്പോഴേ ഈ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ വാങ്ങുന്ന ആൾക്കാർ ഇതൊക്കെ ഒഴിവാക്കും. ഇതൊക്കെയാണ് ശരിക്കും എന്ത് ചെയ്യേണ്ടത്? നമ്മൾ അതിൻ്റെ എല്ലാ ഡ്യൂപ്ലിക്കേറ്റും പലതരം ജാതി ഉണ്ട് കേട്ടോ മാർക്കറ്റിൽ. ഒറിജിനൽ വാങ്ങാനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അതിപ്പോൾ എല്ലാത്തിൻ്റെയും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടല്ലോ.
നമ്മളെ കുന്നംകുളം മാർക്കറ്റ് എന്ന് പറയുന്ന അവിടെ കിട്ടാത്തൊരു സാധനമല്ല എന്നാണ്. ഏത് സംഗതിയുടെയും ഡ്യൂപ്ലിക്കേറ്റ് സാധനം കിട്ടുന്ന ഒരു മാർക്കറ്റാണ് കുന്നംകുളം. അങ്ങനെ പറയുന്ന കേൾക്കുന്നുണ്ട്. ഇതേപോലെ എല്ലാത്തിൻ്റെയും നല്ലതിൻ്റെ കൂടെയുള്ള ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട്. അപ്പം അത് നമ്മൾ ശ്രദ്ധിച്ചു വാങ്ങുക, ഉപയോഗിക്കുക, ശരീരത്തിൽ പുരട്ടുക ഒക്കെ ഏറെ മഹത്വം ഉണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. തഖ്റുജു, അത് അതുണ്ടാക്കും അല്ലെങ്കിൽ പുറത്തു വരും എന്ന് പറഞ്ഞത് മാലി ഖറജ, മുലാരി യഖ്റുജു, അമ്രന്താ ഉഖ്രിജ്, ഉഖ്രിജ്, ഉഖ്റുജ് രണ്ടും പറയാം. മനസ്സിലായോ? അത് ഉൽപാദിപ്പിക്കുന്നു. തമ്പുത്തു, നബത്ത, യംബുത്തു, ഉംബുത്ത്. ലിൽ ആക്കിലീൻ എന്നതിലെ ഇസ്മുഫായില്, അത് ഇസ്മുഫായിലാണ്. അതിന്റെ മുഫ്രദാണ് എന്ത്? ആക്കിലുൻ. ആക്കിലൂൻ, ആക്കിലീൻ എന്നുള്ളത് എന്താണ്? ജമ്മ ഫീലാണ്, ജമ്മാണ്. അപ്പോ ഇതാണ് സൂറത്തുൽ മുഅ്മിനൂനിൽ നമുക്ക് പഠിക്കാനുള്ളത്. 18, 19, 20 ആയത്തുകൾ എന്ത് ചെയ്തു? നമ്മൾ ഇന്ന് വിശദീകരിച്ചു. ഈ 3 ആയത്തുകളിൽ പടച്ച റബ്ബിന്റെ ഏറ്റവും വലിയ റഹ്മത്തുകൾ, ആ റഹ്മത്ത് കൊണ്ട് നമുക്ക് ഭൂമിയിൽ അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ, ഇതൊക്കെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? വിശദീകരിച്ചിട്ടുള്ളത്. ഇത് കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ആ സൃഷ്ടിപ്പിലുള്ള അത്ഭുതങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും പടച്ച റബ്ബിലേക്ക് ഒരു വിശ്വാസി എന്ത് ചെയ്യും? വിനയാനിതനായി കീയൊതുങ്ങി അള്ളാഹുവിന് ശുക്ർ കാണിച്ച് നന്ദി കാണിച്ച് ജീവിക്കുമെന്നുള്ളതാണ്. അല്ലേ? വിശ്വാസികൾ അങ്ങനെയാണ്. എന്നാൽ മനുഷ്യരെ കുറിച്ച് എന്താ ഖുർആൻ പറഞ്ഞത്? ഇന്നൽ ഇൻസാന ലി റബ്ബിഹി ലകനൂദ്. മനുഷ്യൻ തന്റെ റബ്ബിനോട് നന്ദി കെട്ടവനാകുന്നു. അനുഗ്രഹങ്ങളും അതേപോലെ തന്നെ ബറക്കാത്തുകളും ഒക്കെ അള്ളാഹു നമുക്ക് നൽകുമ്പോൾ അതിനൊരു ശുക്ർ കാണിക്കാൻ നമ്മൾ പലപ്പോഴും മറന്നുപോകും. എന്നാൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അള്ളാഹിനെ ഓർക്കും. അങ്ങനെയുള്ളവരല്ല വിശ്വാസികൾ. വിശ്വാസികൾ എല്ലാ സമയത്തും എല്ലാ സന്ദർഭങ്ങളിലും എന്ത് ചെറിയ നിഅമത്താണെങ്കിലും വലുതാണെങ്കിലും റബ്ബിനോട് ശുക്ർ കാണിക്കുമെന്നാണ്, നന്ദി കാണിക്കുമെന്നാണ്. അൽഹംദുലില്ലാ എന്നവർ പറയും. മനസ്സിലാവുണ്ടോ? അതെത്ര നിസാരാണെങ്കിലും ഒരു പറയും. അൽഹംദുലില്ലാ എന്ന് പറയും. അതാർക്ക് കിട്ടിയതാണെങ്കിലും അവൻ പറയുന്ന. നമ്മളൊരു തുണക്കാരനെ വലിയൊരു നിയമത്ത് കിട്ടിയ നമ്മളെന്താ പറയാ? ആ ചെങ്ങായിക്ക് എന്തിനാ അതിൻ്റെ ഒക്കെ ആവശ്യം അല്ലേ? ഇങ്ങനെ ചിന്തിക്കും നമ്മള്. പക്ഷേ ഒരു വിശ്വാസി എന്താ ചിന്തിക്കുക? ഒരു വിശ്വാസി അൽഹംദുലില്ലാ എന്ന് പറയും. ഓന് ഖൈറാവട്ടെ, അങ്ങനെ ചിന്തിക്കുക, അങ്ങനെ പറയേണ്ടത്. മനസ്സിലായുണ്ടോ? അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമുക്ക് കിട്ടിയ എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും അള്ളാഹുവിനോട് എന്ത് ചെയ്യണം? ശുക്ർ കാണിക്കണം, നന്ദി കാണിക്കണം. അങ്ങനെ നന്ദി കാണിക്കുന്ന പടച്ച റബ്ബിന്റെ അത്ഭുതങ്ങളും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളും മനസ്സിലാക്കി അവനിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ പരിശ്രമിക്കുക. അള്ളാഹു അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിന്റെ മുഴുവൻ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുടെ രോഗം അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. മാരക രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ള മാതാപിതാക്കളുടെയും വിശ്വാസികളുടെയും ഒക്കെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും പടച്ച റബ്ബ് നമുക്ക് നൽകി പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിന്റെ ദീൻ
പഠിക്കാനും മനസ്സിലാക്കാനും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഈ പ്രവർത്തനം അള്ളാഹു നമ്മിൽ നിന്ന് സ്വാലിഹായ അമലായി കബൂൽ ചെയ്യുമാറാവട്ടെ. അതിന് സൗകര്യങ്ങൾ ഒരുക്കുകയും സമയങ്ങൾ ചെലവഴിക്കുകയും ചെയ്യുന്നവർക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം ഇരുലോകത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.